നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ ഒരല്പം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. 2026 മെയ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെട്ട തികച്ചും അപ്രതീക്ഷിതമായ ഒരു ഡിജിറ്റൽ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി. പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്കിതൊരു തമാശയായി തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ ഇതൊരു തമാശയല്ല. എന്താണിതിന് പിന്നിലെ യഥാർത്ഥ സംഭവമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും. സുപ്രീം കോടതിയിലെ ഒരു പരാമർശം എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ വിപ്ലവമായി മാറുന്നത്? രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ ഒരു ചെറിയ വാക്ക് യുവജനങ്ങൾക്കിടയിൽ ഇത്ര വലിയൊരു തീപ്പൊരി ഉണ്ടാക്കുമെന്ന് സത്യത്തിൽ ആരും കരുതിയിരുന്നില്ല. ഒരു സാധാരണ കോടതി നടപടിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും പവർഫുള്ളായൊരു മൂവ്മെന്റ് ഉടലെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഭാഗം 1. ഒരു വിവാദത്തിന്റെ തുടക്കം. അതെ, ഈ പ്രശ്നങ്ങളെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഈയൊരു സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ യുവജനങ്ങളുടെ ഉള്ളിൽ വലിയൊരു നിരാശ തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. ബിരുദധാരികൾക്കിടയിൽ നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ, സാധാരണക്കാർക്ക് ഒട്ടും താങ്ങാനാവാത്ത വിലക്കയറ്റം, പോരാത്തതിന് ഗവൺമെന്റ് പരീക്ഷകളിലെ നിരന്തരമുള്ള ചോദ്യപേപ്പർ ചോർച്ച. ചുരുക്കത്തിൽ പറഞ്ഞാൽ, തങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഭരണകൂടം ഒട്ടും തയ്യാറാകുന്നില്ലെന്നൊരു ഫീലിംഗ് അവരിലുണ്ടായിരുന്നു. അതായത്, ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്ത് നിൽക്കുന്നൊരു അഗ്നിപർവ്വതം പോലെയായിരുന്നു അന്നത്തെ അവസ്ഥ. കൃത്യം ആ സമയത്താണ് ആ തീപ്പൊരി വീഴുന്നത്. സുപ്രീം കോടതിയിലെ ഒരു ഹിയറിംഗിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെയും ആക്ടിവിസ്റ്റുകളെയും വിശേഷിപ്പിച്ചത് ഈ വാക്കുകൾ ഉപയോഗിച്ചാണ്: കോക്രോച്ചസ് ആൻഡ് പാരസൈറ്റ്സ്, അതായത് പാറ്റകളും പരാന്നഭോജികളുമെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നുള്ള ഈ കടുത്ത അധിക്ഷേപം യുവാക്കൾക്കിടയിൽ എത്രത്തോളം ഞെട്ടലും പ്രതിഷേധവും ഉണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലേ? ഭാഗം 2. അപമാനത്തെ ഒരു പോരാട്ട പ്രതീകമാക്കുന്നു. ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം സംഭവിക്കുന്നത്. തങ്ങളെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച പാറ്റ അഥവാ കോക്രോച്ച് എന്ന ആ വാക്കിനെ യുവാക്കൾ അവരുടെ ഒരു രാഷ്ട്രീയ ചിഹ്നമായി അങ്ങ് ഏറ്റെടുത്തു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് പാറ്റ എന്ന്. നമുക്കറിയാം, എത്ര കഠിനമായ പ്രതികൂലമായ സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ കഴിവുള്ളൊരു ജീവിയാണ് പാറ്റ. പരാജയപ്പെട്ട ഒരു സിസ്റ്റത്തിനെതിരെ പോരാടി അതിജീവിക്കുന്ന തങ്ങളുടെ കരുത്തിന്റെ പ്രതീകമായി അവർ ആ അപമാനത്തെ മാറ്റിമറിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രില്യന്റ് നീക്കമായിരുന്നു. പഴയ കാലത്തെ കൊടികളും പിടിച്ചുള്ള പരമ്പരാഗത രാഷ്ട്രീയ റാലികൾക്കും പ്രസംഗങ്ങൾക്കും പകരം ഇവിടെ നമ്മൾ കണ്ടത് ഇൻസ്റ്റഗ്രാം റീലുകളുടെയും മീമുകളുടെയും ഒരു പ്രവാഹമാണ്. ഈ ആധുനിക ഡിജിറ്റൽ ഗെറില്ല തന്ത്രങ്ങൾ അവരുടെ സന്ദേശം ഒരു കാട്ടുതീ പോലെ പടരാൻ സഹായിച്ചു എന്ന് വേണം പറയാൻ. മണിക്കൂറുകൾ നീളുന്ന സംഘാടനത്തിനു പകരം കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുള്ള ഈ പ്രതിഷേധം ശരിക്കും അതൊരു വേറെ ലെവൽ മാറ്റം തന്നെയായിരുന്നു. ഭാഗം 3. ഈ ഡിജിറ്റൽ പാർട്ടിയുടെ ആവശ്യങ്ങൾ. ഇവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഏറ്റവും ശക്തമായ ആദ്യത്തെ ആവശ്യം ഇതായിരുന്നു: പാർലമെന്റിലും മന്ത്രിസഭയിലും സ്ത്രീകൾക്ക് കൃത്യം 50% സംവരണം വേണം. അതായത്, ഭരണതലത്തിൽ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണെന്നാണ് അവർ ഇതിലൂടെ എടുത്തു കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആവശ്യം 20. അതായത്, രാഷ്ട്രീയത്തിലെ കൂറുമാറ്റമില്ലാതാക്കാൻ അവർ മുന്നോട്ടുവെച്ച നിർണായകമായ ഒരു ആവശ്യമാണിത്. കൂറുമാറുന്ന എംഎൽഎമാർക്കും എംപിമാർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 20 വർഷത്തേക്ക് കർശനമായ വിലക്കേർപ്പെടുത്തണം. അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ കളികൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ളൊരു സ്ട്രോങ് ആയ നീക്കമാണിത്. ഇതുകൂടാതെ വേറെയും ചില പ്രധാന ആവശ്യങ്ങൾ അവർക്കുണ്ട്. കോടതികളുടെ നിഷ്പക്ഷത ഉറപ്പാക്കാൻ ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷമുള്ള സർക്കാർ നിയമനങ്ങൾ, അതായത് ഈ പോസ്റ്റ് റിട്ടയർമെന്റ് റിവാർഡുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു പൗരന് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് തീവ്രവാദത്തിന് തുല്യമായി കണ്ട് അതിന് കർശന ശിക്ഷ നൽകുക. ഒപ്പം മാധ്യമങ്ങളുടെ മേലുള്ള കോർപ്പറേറ്റ് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കുക. നോക്കൂ, ഇവയെല്ലാം നമ്മുടെ വ്യവസ്ഥിതിയുടെ അടിവേര് ശുദ്ധീകരിക്കാനുള്ള വളരെ വ്യക്തമായ ആവശ്യങ്ങളാണ്, അല്ലേ? ഇനി ഭാഗം 4. ജുഡീഷ്യൽ സംവിധാനങ്ങളിലെ പാളിച്ചകൾ. ഇവർ പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ എന്ന് നമുക്ക് ചില റിപ്പോർട്ടുകൾ വെച്ച് പരിശോധിക്കാം. ഒരുദാഹരണത്തിന്, കാലിഫോർണിയയിലെ ജുഡീഷ്യൽ പെർഫോമൻസ് കമ്മീഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അഴിമതിയും ധാർമ്മിക ലംഘനങ്ങളും കണ്ടെത്താനുള്ള നിലവിലെ സംവിധാനങ്ങൾ വളരെ ദുർബലമാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്വേഷണങ്ങളിലെ പാളിച്ചകൾ പലപ്പോഴും ജുഡീഷ്യൽ അഴിമതിയെ സംരക്ഷിക്കാനാണ് സഹായിക്കുന്നതെന്നും ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെറുതെയല്ല, അതിന് ആഗോളതലത്തിൽ തന്നെ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് ഈ ഡേറ്റ് നമ്മെ കാണിക്കുന്നു.
ഈ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. പക്ഷപാതപരമായ പെരുമാറ്റം, അധികാര ദുർവിനിയോഗം, സാമ്പത്തിക ക്രമക്കേടുകൾ, എന്തിന് ലൈംഗിക അതിക്രമങ്ങൾ വരെ ഇതിലുൾപ്പെടുന്നു. നീതി നടപ്പിലാക്കേണ്ട സിസ്റ്റത്തിലുള്ള നമ്മുടെയൊക്കെ വിശ്വാസമാണ് ഇത്തരം പ്രവൃത്തികൾ തകർത്തെറിയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് യാതൊരു മറയുമില്ലാതെ ഈ യുവാക്കൾ തങ്ങളുടെ പ്രതിഷേധത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നതും. ഭാഗം 5. വെറുമൊരു മീം മാത്രമല്ല, ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി എത്രത്തോളമാണെന്ന് നോക്കാം. സത്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ കാണുന്ന വെറുമൊരു തമാശയോ കുറച്ചു മീമുകളോ ഒന്നുമല്ല. സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു നല്ല ഭരണം ആവശ്യപ്പെടുന്ന യുവജനങ്ങളുടെ അടങ്ങാത്ത രോഷത്തിന്റെ വളരെ ശക്തമായൊരു പ്രതിഫലനമാണിത്. ഭരണകൂടം ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണമെന്ന അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അവസാനമായി വളരെ വലിയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരുമോ? തികച്ചും വ്യത്യസ്തമായ ഈയൊരു ഡിജിറ്റൽ വിപ്ലവത്തിന് നമ്മുടെ പരമ്പരാഗത അധികാര വ്യവസ്ഥയെ തിരുത്തിയെഴുതാനും ഭരണതലത്തിൽ സുതാര്യത കൊണ്ടുവരാനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ഈ അനാലിസിസ് നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി. കൂടെയുണ്ടായതിൽ സന്തോഷം.